ആൾക്കാർ മെസ്സേജ് അയച്ച സാധനം അതിൻ്റെ ഉള്ളിൽ എന്താ വരുന്നതെന്നും കൂടെ ഒന്ന് കാണിക്കണം, നമുക്ക് വാങ്ങിക്കാൻ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാനാന്നുള്ളത്. നമുക്ക് എന്തായാലും തുറന്ന് കാണിക്കാം. പിന്നെ താഴെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. ഇതും സ്ക്രൂ വെച്ച് ടൈറ്റാണ്, നമുക്ക് തുറക്കാം. ഇവിടെ 2 സ്ട്രിപ്പ് വരുന്നില്ലേ, ഇത് രണ്ടും ലൈറ്റ് ആണ്. ഇതാണ് അവർ അപ്ഗ്രേഡ് ചെയ്ത് 7 കളർ ആക്കി എന്ന് പറഞ്ഞത്. മുന്നേ അത് കുറഞ്ഞ കളേഴ്സ് എന്തേ ഉള്ളായിരുന്നു തോന്നുന്നു, കാരണം പഴയ മോഡൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ആക്ച്വലി. പിന്നെ ഇത് ഫ്രണ്ടിലെ സ്റ്റിയറിങ് മറ്റേ ട്രിം ചെയ്യാൻ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട്. ഏറെക്കുറെ എത്രയാണ് ഇതിനകത്ത് വരുന്നത്, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അതും കൂടെ റൺ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള റെഡ് കളറും വൈറ്റ് കളറും. പിന്നെ അതിൻ്റെ റിമോട്ട് കാര്യങ്ങൾ. ബോക്സിൽ വരുന്ന 4 ഡ്രിഫ്റ്റ് ടയറുകൾ ഉണ്ട്. ഇതാണ് ഡ്രിഫ്റ്റ് ടയർ വരുന്നത്, 4 വരുന്നുണ്ട്. വണ്ടിയിൽ ഒറിജിനൽ ടയർ ഇട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ഇത് ഡ്രിഫ്റ്റ് ടയർ ഊരാനുള്ള ടൂളാണ്. എന്താ പറയുക, ടയർ ഊരിയെടുക്കാൻ ജസ്റ്റ് ഇത് പ്രസ് ചെയ്തിട്ട് തിരിച്ചാൽ മതി, അപ്പോൾ നമുക്ക് ടയർ ഊരിയെടുക്കാൻ പറ്റും, അതിനുള്ള ടൂളാണ്. പിന്നെ ഇത് വരുന്നത് 4 ഡ്രിഫ്റ്റ് കോണ്. ഡ്രിഫ്റ്റ് ചെയ്യുമ്പം ഒരു അടിപൊളി സെറ്റാക്കി ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഡ്രിഫ്റ്റ് കോൺ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചാർജിങ് കേബിള്, ബാറ്ററി, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ റിമോട്ട്, 2ൻ്റെ റിമോട്ട് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം റെഡിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നോക്കാം. വൈറ്റ് പുറത്തൊക്കെ മാറ്റി വെക്കാം. അപ്പം ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള സ്ക്രൂ ഉണ്ട്, അത് ജസ്റ്റ് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ബാറ്ററി ഇടാം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റ് കാണിച്ച സമയത്ത് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നതേ 2 സെപ്പറേറ്റ് ഇതുപോലെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 4 വീൽ ആയതുകൊണ്ട് ഫ്രണ്ടിലോട്ട് ആക്സ് ഇത് കൊടുത്തുകൊണ്ടാണോ അറിയില്ല, ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട്.